ഈ സാധനങ്ങളൊക്കെ നമുക്ക് ഫീച്ചർ ചെയ്യാം. ഉറപ്പായിട്ടും ഇത് കേട്ടപ്പോൾ എനിക്ക് തന്നെ തോന്നി. അപ്പോൾ ഉറപ്പായിട്ടും നമ്മൾ ഇതിന്റെ ഇൻ ഡീറ്റെയിൽ വീഡിയോ കൊണ്ടുവരും. ആക്ഷൻ കൺട്രോൾ മോഡ് എവിടെയൊക്കെ ആക്സൽ ട്വിസ്റ്റിംഗ് വരുന്നോ അപ്പം വീൽ എയറിൽ പോകും. ആ വീൽ എയറിൽ പോകുമ്പോൾ അതിൽ ട്രാക്ഷൻ ഇല്ലാത്തതുകൊണ്ട് പവർഫുൾ അതിലേക്ക് പോകും. ഇത് ഞാൻ മാക്സിമം അറ്റത്താ പിടിച്ചിട്ടുണ്ട്. നോർമലി ഡ്രൈവിൽ ആരും ധൈര്യമായിട്ട് പിടിച്ചോ പൊക്കോ പോട്ടെ. ആ ഒരു മല കയറിയപ്പോൾ കുറേ ആൾക്കാർക്ക് എന്താ വെച്ചാൽ ഒരുപാട് പേര് ഇപ്പോഴും എന്റെ കൂടെയുള്ള ഓഫ് റോഡേഴ്സ് ചോദിക്കുന്നുണ്ട് കെട്ടി വലിച്ചാണ് വണ്ടി മുകളിൽ കയറ്റി. അങ്ങനെ നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കാൻ ഞാൻ പറഞ്ഞായിരുന്നു. ഫഹദ് ബ്രോ ആയിട്ട് നാട്ടിലെ ഈ ഒരു വാഹനത്തിൽ നമ്മൾ ഡ്രൈവിന് പോകുന്നത്. അപ്പോൾ നാടല്ല, നമ്മൾ ഡൽഹി തന്നെയാണ്. അപ്പോൾ ഇദ്ദേഹം ഇതിൻ്റെ ഇൻസ്ട്രക്ടറാണ് അല്ലേ? ഓഫ് റോഡ് ഡ്രൈവിന്റെ ഇൻസ്ട്രക്ടർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു വാഹനത്തെ ഞാൻ ഓടിക്കട്ടെ? ഞാൻ ഓടിക്കാം. അപ്പോൾ ഞാൻ ഓടിച്ചിട്ട് ഓക്കെ. അത് മാത്രമല്ല ഈ വണ്ടി ഓരോരോ ഹർഡിൽസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, വണ്ടിയുടെ ഓരോ മോഡുകളും ഞാൻ ഡിസ്ക്രൈബ് ചെയ്ത് തരും. വണ്ടിയിൽ കുറേ മോഡ്സ് ഉണ്ട്, പിന്നെ വണ്ടി കുറേ ഇന്റലിജന്റ് ആണ്. ആ ഇന്റലിജന്റ് ഫംഗ്ഷൻസ് ഒക്കെ ഞാൻ ഡിസ്ക്രൈബ് ചെയ്ത് തരും. ഓക്കെ, അപ്പോൾ രസകരമായിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും. എന്നാൽ നമുക്ക് കയറാം അല്ലേ? കയറാം. ഓക്കെ, ബാ. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ? അപ്പോൾ ഇതിനകത്ത് എത്ര ഹേർഡിൽസ് ഉണ്ട് മൊത്തത്തിൽ? ഇതിനകത്ത് 8-9 ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഏതാ തുടങ്ങണേ? നമ്മൾ ആദ്യം ഈ റോക്കി പാച്ചാണ് പോണത്. അപ്പോൾ വണ്ടിയുടെ ഓരോ മോഡുകളും ടെസ്റ്റ് ചെയ്യാനാണ് പ്ലാൻ. അതിൽ എന്താണെന്ന് വെച്ചാൽ ഇതിൽ ചെയ്യാൻ പറ്റാത്ത ഒരു സാധനം ഐസ് ആൻഡ് ഗ്രാസ് ഉണ്ട്, സ്നോ ആൻഡ് ഗ്രാസ്. ഓക്കെ, സ്നോ ആൻഡ് ഗ്രാസ് വി വോണ്ട് ബി ടെസ്റ്റിംഗ് ഇറ്റ്. ലൈക്ക് റെസ്റ്റ് ഓഫ് the other modes we will be testing today, but we don't have all kinds of terrains like that, but still we have planned to try all these modes in this car. Okay, we'll see. ഓക്കെ, അപ്പോൾ നമുക്ക് ഡ്രൈവിലിടാം. വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഡ്രൈവിൽ മാത്രം പോവാ. എന്നിട്ട് ആദ്യം ഇങ്ങോട്ട് പോയിട്ട് ഇതിനോട് അലൈൻ ചെയ്ത് നിർത്താം. അത് കഴിഞ്ഞ് ഞാൻ അടുത്ത മോഡ് പറഞ്ഞു. ശരി. കറന്റ് വി ആർ ഇൻ നോർമൽ മോഡ്, ദാറ്റ് ഇസ് എ റോഡ് മോഡ്. ഓക്കെ, അപ്പോൾ ഞാൻ വണ്ടി എടുക്കുമ്പോൾ എനിക്ക് ഫസ്റ്റ് ഫീൽ ചെയ്ത ഒരു പ്രത്യേകത ഞാൻ പറയട്ടെ. ഹാരിയറിൻ്റെ ഡീസലിൻ്റെ സസ്പെൻഷൻ പോലെ അല്ല അത് ഫീൽ ചെയ്യുന്നത്. ഇത് പറഞ്ഞില്ല അവരെന്തൊരു ഗ്ലൈഡ് എന്നുള്ളൊരു പേര് പറഞ്ഞില്ലേ? അപ്പോൾ ശരിക്കും അത് ഫീൽ ചെയ്യുന്നുണ്ട്. ലൈക്ക് ഒരു ഇനീഷ്യലി നമ്മൾ വണ്ടി എടുത്തിട്ട് ഒരു 10 കിലോമീറ്റർ ആയപ്പോഴേക്കും ആ ഒരു സ്പോഞ്ചിനെസ് അല്ലേ? സ്പോഞ്ചിനെസ് ഉണ്ട്. ഇതൊരു പ്രോഗ്രസീവ് സസ്പെൻഷനാണ്. ഇത് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലേ, അതായത് കോർണേഴ്സിലൊക്കെ ഭയങ്കര സ്റ്റിഫ് ആവുന്നുണ്ട് വണ്ടി. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി സ്റ്റിഫ് ആവും ഓടി കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ അലൈൻ ചെയ്യണം ആദ്യം. അലൈൻ ചെയ്യണം. അലൈൻ ചെയ്തു. സോ യാ, അപ്പോൾ അലൈൻ ചെയ്ത് ഇവിടെ നിർത്താം അല്ലേ? keep it straight. So this has stop it here, we'll see it. So then we are going to the rock roll mode. ഏറ്റവും ആദ്യം നമ്മൾ ശ്രമിക്കാൻ പോകുന്നത് റോക്ക് റോൾ മോഡാണ്. റോക്ക് റോൾ മോഡിലിട്ടു. ഇനി ഇത് വേണ്ടത് 360 ക്യാമറയിൽ തന്നെ പല ഫങ്ഷൻസ് ഉണ്ട്. അപ്പം ഇതാണ് നോർമൽ 360 വരാം. ഇനി ഇതിന് പുറമെ സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു SVS കൺവീനിയൻസ് ഉണ്ട്. അതിൽ ട്രാൻസ്പെറൻറ്റ് വ്യൂ, അതാണ് ട്രാൻസ്പെറൻറ്റ് ചാസിസ്. നൗ if you switch on the 360 and put it into 3D, you will be seeing the transparent chassis. Transparent chassis എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിലും ബാക്കിലും ക്യാമറയുടെ ഇമേജസ് സ്റ്റിച്ച് ചെയ്തിട്ട് ഒറ്റ ഇമേജ് ആയിട്ട് വരുന്നതാണ്. ഓക്കെ, അപ്പം അത് ഓൺ ചെയ്തു. ഇത് ഓൺ ചെയ്യണതെന്ന് വെച്ചാൽ ഈ ടെറൈനിൽ കൂടെ നമ്മൾ പോകുമ്പോൾ ഓരോന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇതിൽ റോക്ക് റോൾ മോഡ് ഇട്ടു. ഇനിയുള്ളത് ഈ മോഡാണ്. ഇതെന്ന് പറഞ്ഞാൽ ട്രാക്ഷൻ കൺട്രോൾ പ്രോ മോഡ് അല്ലെങ്കിൽ ഓഫ് റോഡ് അസിസ്റ്റ് എന്ന് പറഞ്ഞ മോഡാണ്. ഓഫ് റോഡ് അസിസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വണ്ടിക്ക് ഡ്രൈവറുടെ ഒരു അസിസ്റ്റൻസും വേണ്ട. ഡ്രൈവർ ആകെ സ്റ്റിയറിംഗ് ഇൻപുട്ട് മാത്രം കൊടുത്താൽ മതി. ബ്രേക്ക്, ത്രോട്ടിൽ എല്ലാം വണ്ടി ചെയ്തോളും. അത് 6 km/h ആണ് ഏറ്റവും ബേസിക് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള സ്പീഡ്. ആ സ്പീഡിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പം ത്രോട്ടിൽ നിന്ന് കാലെടുക്കാം, വെറുതെ ആക്സിലറേറ്ററിൽ ടാപ്പ്, പിന്നെ വണ്ടി പൊക്കോളും. ഞാൻ ബ്രേക്കിന് കാലെടുത്തു. വണ്ടി പോകാൻ തുടങ്ങി. വേണം ടാപ്പ് ചെയ്യണം. ഹിൽ ഹോൾഡ് ഉണ്ടെങ്കിൽ അവിടെ, ഓട്ടോ ഹോൾഡ് ഉണ്ടെങ്കിൽ അവിടെ വണ്ടീനെ ടാപ്പ് ചെയ്യണം. അപ്പോൾ വണ്ടി താനെ പോകും. നമ്മൾ ശരിക്കും ബ്രേക്ക് ചോട്ടേണ്ട ആവശ്യമില്ല. അതന്നെ ഡിസൈഡ് ചെയ്ത് ഒന്നും ചെയ്യേണ്ട, വണ്ടി തന്നെ. എനിക്ക് എൻ്റെ താഴെ കാണാനും പറ്റും അല്ലേ? അടിവശം ഫുള്ള് കാണാനും. അപ്പോൾ അതൊക്കെയാണ് 360യുടെ. അപ്പോൾ ഇത്രയും വലിയ കല്ലുകൾ കൂടി പോയപ്പോൾ പോലും നമുക്കൊന്നും ഫീൽ വണ്ടി അറിഞ്ഞില്ല. വണ്ടി എത്ര ക്ലീൻ ആയിരുന്നു. കാരണം ആ കല്ല് ഫുള്ള് എല്ലാ ദിവസവും ഒരു 10 വണ്ടി ഓടിക്കഴിഞ്ഞാൽ നമ്മൾ JCB വെച്ച് അതിനെ കിളച്ച് മറിച്ചിടും. വീണ്ടും പഴയ പോലെ. ഇനിയുള്ളത് ആക്സിൽ ട്വിസ്റ്റർ അല്ലെങ്കിൽ നമ്മുടെ ആർട്ടിക്കുലേഷൻ എന്ന് പറഞ്ഞ സാധനമാണ്. ആർട്ടിക്കുലേഷനിൽ പോയി കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ഇത് മാനുവലിലേക്ക് പോവാം. നിർത്തണമെന്നല്ല, ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മാനുവലായി പോകും. മാനുവലിൽ നിങ്ങൾ ഡ്രൈവ് ചെയ്യാം. ഇത് നിങ്ങൾ ഡ്രൈവ് ചെയ്യുമ്പോൾ എന്തിനാ നിങ്ങളെ കൊണ്ട് ഡ്രൈവ് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിന്റെ ട്രാക്ഷൻ കൺട്രോൾ മോഡുകൾ ഉണ്ട് ഇതിൽ. അപ്പോൾ ട്രാക്ഷൻ കൺട്രോൾ മോഡ് എവിടെയൊക്കെ ആക്സിൽ ട്വിസ്റ്റിംഗ് വരുന്നോ അപ്പം വീൽ എയറിൽ പോകും. ആ വീൽ എയറിൽ പോകുമ്പോൾ അതിൽ ട്രാക്ഷൻ ഇല്ലാത്തതുകൊണ്ട് പവർഫുൾ അതിലേക്ക് പോകും. അപ്പോൾ അതിന് ബ്രേക്ക് ലോക്കിംഗ് ഡിഫറൻഷ്യൽ എന്ന് പറഞ്ഞ മെക്കാനിസം, ഇറ്റ്സ് അനദർ മെക്കാനിസം ഓഫ് ട്രാക്ഷൻ കൺട്രോൾ. അത് കയറി പിടിച്ചിട്ടാണ് പിന്നെ വണ്ടിനെ മുന്നോട്ട് കൊണ്ടുപോകുക. നമ്മുടെ ജിമ്മിയിലൊക്കെ ഉള്ള പോലത്തെ ഫീച്ചർ. അത് ശരിക്കും ഓഫ് റോഡേഴ്സിൽ എന്ത് ഫീച്ചറാണോ ആ ഫീച്ചർ ഈ വണ്ടിക്ക് എത്തുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഡ്രൈവ് ചെയ്താൽ മതി. അപ്പോൾ ഒന്ന് സ്ലോ ആയിട്ട് ഡ്രൈവ് ചെയ്യുക. നോർമലി നമ്മൾ ഇങ്ങനത്തെ ടെറൈൻ ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പോയി ഇടിക്കരുത്. സ്ലോലി ക്ലൈംബ് അപ്പ്, ബ്രേക്ക് ആൻഡ് കം ഡൗൺ. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നമുക്ക് നോക്കാം. EV ആവുമ്പോൾ ഇപ്പോൾ അണ്ണൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു, ലൈക്ക് ഇതിന്റെ ത്രോട്ടിൽ റെസ്പോൺസ് കുറച്ചുകൂടി സംഭവമാണ്. ത്രോട്ടിൽ റെസ്പോൺസ് നമ്മൾ ഐസ് വണ്ടി പോലെയല്ല. നമ്മൾ ഐസ് വണ്ടി എന്ന് പറഞ്ഞാൽ കുറെ എഞ്ചിന്റെ പുറത്ത് വിടുമല്ലോ. ഇത് നമ്മുടെ കാലിലാണ് ഫുൾ. നമ്മൾ കാലുകൊണ്ട് എന്ത് ചെയ്യണോ അതിലാണ് കളി. അപ്പോൾ ഇതാണ് ഇൻസ്റ്റന്റ് ടോർക്കിന്റെ ഗുണം. ട്രാക്ഷൻ കൺട്രോൾ കയറി പിടിച്ചു.
ആ വീലിനെ ലോക്ക് ചെയ്തു. അങ്ങനെയാണ് വണ്ടി മുന്നോട്ട് പോകുന്നത്. എനിക്കൊന്നൊരു ഐസ് ഓടിക്കാൻ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് അല്ലേ? ഭയങ്കര ഈസി അല്ലേ? നമുക്ക് പണി കുറവാണ്. സ്റ്റിയറിംഗ് ഇനി അഡ്ജസ്റ്റ് ചെയ്യാൻ വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യണോ? അല്ല, എനിക്കിത് കംഫർട്ടബിൾ ടിൽറ്റ് ആൻഡ് ടെലിസ്കോപ്പിക് ആണ്. To the right, bit to the right, last one. അതായത് ഇത് കഴിഞ്ഞിട്ട് അല്ല, ഇത് ലാസ്റ്റ് ഒബ്സ്റ്റക്കിളിന്റെ മുകളിലാണ് നമ്മൾ. ഇതിപ്പോൾ ക്യാമറ ഓഫ് ആകാൻ കാരണം കുഴപ്പമില്ല. നിങ്ങൾ റോങ് സോറി. നേരെ എടുത്താൽ പോരെ? നേരെ പോയി ലെഫ്റ്റ് പോവാം. ഇങ്ങോട്ട് പോവാം. ഇവർ നിൽക്കുന്നിടത്ത് ഫുൾ ടേൺ ലെഫ്റ്റ്. എന്നിട്ട് ആ പാലത്തിൻ്റെ അടിയിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. ബാക്കിൽ വണ്ടി ലൈനപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡിലേ ആവുണ്ടെങ്കിൽ അവരൊന്ന് ഒഴിവാക്കി കൊടുക്കണം. ഓക്കെ, വിൽ ഗോ ദർ ഫോർവേഡ് ടേക്ക് ഇറ്റ് ടു ദാറ്റ് സൈഡ്. അപ്പോൾ നേരെ പോയി പിന്നെ റൈറ്റ് തിരിക്കാം. എന്നിട്ട് റൈറ്റ് തിരിച്ചിട്ട് പിന്നെ നമ്മൾ ഇത് ട്രൈ ചെയ്യണം. അപ്പോൾ സ്റ്റെപ്പ് കയറുന്നതും സ്റ്റെപ്പ് ഇറങ്ങുന്നതും നിങ്ങൾ ബ്രേക്ക് തുടരുത്. ഇറങ്ങി താഴെ എത്തുന്നവരെ ബ്രേക്കിൽ തുടരുത്. വേണ്ട, ഇനി പോയിക്കോ, വിട്ടോ, ത്രോട്ടിൽ നിന്ന് വിട്ടോ, വണ്ടി പോയിക്കോളും. ഞാനൊന്നും ചെയ്യുന്നില്ല. കാർ വിൽ ഗോ ഓൺ ഇറ്റ്സ് ഓൺ. ഈ 6 kmph ബ്രേക്ക് ചെയ്തിട്ടാ പേടിയാവും. വണ്ടി താനെ ബ്രേക്ക് ചെയ്യുന്നത് നമുക്ക് കാണാം. എനിക്ക് ധൈര്യമായിട്ടിരുന്നോ? നത്തിങ് വിൽ ഹാപ്പൻ. കണ്ടോ സ്പീഡ് കുറഞ്ഞ കണ്ടോ? ഇനി ലെഫ്റ്റ് അത് കയറുമ്പോൾ സ്പീഡ് ഉണ്ടായിരുന്നു. ഓട്ടോമാറ്റിക് 6 km/h ഗെയിൻ ചെയ്യണ വരെ വണ്ടി ത്രോട്ടിൽ കൊടുത്തുണ്ട്. ഫുൾ റൈറ്റ് യു ടേൺ ഇങ്ങോട്ട്. അപ്പം 6 kmph വരുന്നത് ടേണിംഗ് റേഡിയസ് അടിപൊളിയാണ്. വണ്ടി ഇവിടെ തിരിയും. എനിക്ക് വിശ്വാസം ഉണ്ടായില്ല, പക്ഷേ തിരിയും. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും ചെറിയ ടേൺ ഇട്ടത്. അടിപൊളി. ഇനി ഇതൊരു എന്താണ് നെഗറ്റീവ് ആർട്ടിക്കുലേഷൻ എന്ന് പറയും. ഡ്രൈവർ താഴെ ആണെങ്കിൽ അതിന് നെഗറ്റീവ് ആർട്ടിക്കുലേഷൻ എന്ന് പറയും. അപ്പോൾ കോ ഡ്രൈവർ വീല് മുകളിൽ പോകണം. ഇത് ഏറ്റവും സേഫ് ആയിട്ട് ഓഫ് റോഡിങ്ങിൽ നമ്മൾ എപ്പോഴും എഡ്ജിലേക്ക് പോകും, വണ്ടിയുടെ ബെല്ലി തട്ടാതിരിക്കാൻ. അത് ഏത് വണ്ടിയാണെങ്കിലും, ഇപ്പോൾ ഐസ് ആണെങ്കിലും EV ആണെങ്കിലും എപ്പോഴും ബെല്ലിനെ സേവ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഒരു ഒബ്സ്റ്റക്കിൾ വന്നാൽ അതിൻ്റെ എഡ്ജിൽ കൂടെയാണ് നമ്മൾ ഓടിക്കുക. ലെറ്റ്സ് കീപ്പ് ഇറ്റ് ടു ദ റൈറ്റ് എഡ്ജ്. മാക്സിമം റൈറ്റ് പിടിക്കുക. ടു ദ റൈറ്റ്. ടോപ്പിലേക്ക് ലെഫ്റ്റ് വീല് കയറാം. അവൻ പറഞ്ഞുതരും. നമുക്ക് എല്ലായിടത്തും സ്പോട്ടേഴ്സ് ഉണ്ട്. നേരെ അതെ, അതൊക്കെ ട്രാക്ഷൻ കൺട്രോളിലാണ് കയറി പോകണം. നമ്മുടെ ഒരു ഇൻപുട്ടും കൊടുക്കണ്ട. നമ്മുടെ ത്രോട്ടിൽ ഇൻപുട്ട് അല്ലാതെ വേറെ ഇൻപുട്ട്. ഇപ്പം ഓട്ടോമാറ്റിക്കലി ഇട്ടാലും ഇത് ഓടും കേട്ടോ. ഇതിപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഞാൻ ഇവിടെ നിന്നാലും ഒരു കുഴപ്പമില്ല. നോർമലി ഒരു എന്താണ് നമ്മുടെ 4x4 വണ്ടികളാണെങ്കിൽ ശരിക്കും ബോഡി റോൾ ഫീൽ ചെയ്യും. ഇതിൻ്റെ സ്റ്റെബിലിറ്റി കുറേ വ്യത്യാസമുണ്ട്. ഇനി നമ്മൾ പിന്നെയും എന്താണ് സാൻഡ് മോഡിലേക്ക് പോയി. സാൻഡ് മോഡാണ് ഏറ്റവും കൂടുതൽ ടോർക്ക് വീലിൽ വേണ്ട മോഡ്. പക്ഷേ ചില സമയത്ത് സാൻഡ് മോഡിൽ നമ്മൾ ത്രോട്ടിൽ മര്യാദയ്ക്ക് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ സാൻഡിൽ കുഴിച്ചിരിക്കും വണ്ടി. ഈ വണ്ടി കുഴിച്ചിരിക്കില്ല. ഈ വണ്ടിയുടെ ട്രാക്ഷൻ കൺട്രോൾ അത്ര എഫിഷ്യൻ്റാണ്. നമ്മൾ സാൻഡിൽ കൂടെ ഓടിച്ചു നോക്കി. അപ്പോൾ ഈ സാൻഡ് മോഡിലിട്ടു ട്രൈ ഡ്രൈവിംഗ് ത്രൂ ദാറ്റ്. ഇതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് വണ്ടി ചെയ്യും. അല്ല, ഞാനൊന്നും കൊടുത്തില്ല. എൻ്റെ ഭാഗത്തുനിന്ന് നിൽ എഫക്റ്റ് അല്ലേ ആക്ച്വലി. നല്ല പോയിക്കോ, അറിയേയില്ല. എവിടെയും കുഴിച്ചിരിക്കില്ല. ബീച്ചിലേക്ക് സുഖമായിട്ട് കൊണ്ടുപോകാം. എല്ലാ ബീച്ചും, നമ്മുടെ ഡ്രൈവിംഗ് ബീച്ചുകളിലും അല്ലാത്ത ബീച്ചുകളിലും ഈ വണ്ടി കൂളായിട്ട് ഓടി വരും. ഇതെല്ലാം നമുക്ക് നാട്ടിൽ പരീക്ഷിക്കണം. ഉറപ്പായിട്ടും വണ്ടി വരട്ടെ. ശരി ചേട്ടാ, എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു കാർ ഓടിക്കുന്ന ഫീൽ തന്നെയുള്ളൂ അല്ലേ? നോർമൽ കാർ ഓടിക്കുന്നത്. അത് മാത്രമല്ല, അതിനേക്കാളും കൂടുതൽ കംഫർട്ട് അല്ലേ? ഞാൻ ആക്ച്വലി ഇതിൻ്റെ ഡ്രൈവിൻ്റെ നമ്മൾ ലോഞ്ചിന് കണ്ടില്ലേ, ലോഞ്ചിന് കണ്ടപ്പോൾ ഇതൊക്കെ എല്ലാവരും പറയുന്നതാണല്ലോ എന്നൊരു സംഭവം മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇതുവരെ നമ്മളിപ്പോൾ ഓടിച്ച് നോക്കിയാലേ അറിയുള്ളൂ. കാരണം ഇത് ഞാൻ ഓടിച്ചിട്ട് ഭയങ്കര ഇമ്പ്രസ്ഡ് ആണ്. അപ്പോൾ അതിനകത്ത് പല ആൾക്കാർക്കും പല അഭിപ്രായം ഉണ്ടാവും. പക്ഷേ എന്തായാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഭയങ്കര ഈസി ആയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. പിന്നെ ഈ മോഡലുകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വണ്ടി തന്നെ അവർ തന്നെ കമ്പനി തന്നെ പറയുന്നുണ്ട് 50% താഴെ ഒരു പെർഫോമൻസ് മോഡലും വർക്ക് ചെയ്യില്ല. ഓക്കെ, ഇനി ഈ ഒരു ചലഞ്ചിന് രസകരമായിട്ടുള്ള ഈ ചലഞ്ച് നമ്മുടെ ആനപ്പാറയുടെ അതേ ഇൻക്ലൈനാണ്. അപ്പോൾ 34 ഡിഗ്രിയാണ് ഇത് അല്ലേ? 34 ഡിഗ്രിയിൽ എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, നമ്മുടെ ഇന്റർവ്യൂവിൽ ഫഹദ് ബ്രോ പറഞ്ഞെന്താ വെച്ചാൽ നമ്മൾ ഈ വണ്ടി അവിടെ കൊണ്ടുപോയി നിർത്തി കഴിഞ്ഞ് റോക്ക് റോൾ മോഡ് ഇട്ടു. നമുക്ക് ഇതിലും റോക്ക് റോൾ മോഡ് ലൈവ് ആയിട്ട് ഇട്ടു നമ്മൾ. എന്നിട്ട് അവിടെ പോയി നിർത്തി കഴിഞ്ഞാൽ അത് കയറി തുടങ്ങും. നോക്കിയോ, ശ്രമിച്ചു നോക്കിയോ. ഓക്കെ, ഞാനിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല. ശ്രമിക്കണം. 6 kmph വേണമെങ്കിൽ ഓട്ടോമാറ്റിക്കലി മുകളിലേക്ക് കയറ്റാം. ഇറക്കാൻ പാടില്ല. ഓക്കെ, ഇത് ഒന്ന് ചെയ്യണം. കയറണോ? ഇല്ല, നിങ്ങൾ ഡ്രൈവ് ചെയ്തു. സ്ലോ ഇൻപുട്ട് കൊടുത്തു. ഓക്കെ, മറ്റേത് ഇട്ടിട്ടില്ല, ഞാൻ ഓൺ ചെയ്തിട്ടില്ല. ഓൺ ചെയ്താലേ കയറുള്ളൂ. അങ്ങനെ കയറ്റണോ ഓട്ടോമാറ്റിക്? അല്ല, അത്ര ത്രോട്ടിൽ വേണ്ട. മെല്ലെ കയറുമ്പോൾ അത്ര ത്രോട്ടിലുണ്ട്. കൊടുത്തതിന് കൊടുത്തു പോട്ടെ, മുന്നോട്ട് പോട്ടെ. മെല്ലെ ബ്രേക്ക് ചെയ്താൽ മെല്ലെ. ഇനി ബ്രേക്കിൽ മാത്രം നമ്മൾ പോട്ടെ, കുറച്ചുകൂടി മുന്നോട്ട് പോട്ടെ. അങ്ങനെ കാണുന്നുണ്ടോ? അങ്ങനെ നമ്മുടെ സ്പോട്ടാണ്. ഇത്തിരി റൈറ്റിലേക്ക് പിടിച്ചോ. പോട്ടെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അതായത് മൊമെന്റം പറഞ്ഞ സാധനം ഉണ്ടായിരുന്നില്ല. ഇൻസ്റ്റന്റ് ടോർക്ക് ആണ് ഞാൻ പറഞ്ഞത് സാർ. ഇൻസ്റ്റന്റ് ടോർക്ക്. അപ്പോൾ ഇതാണ് നിങ്ങൾ അന്ന് പറഞ്ഞ ഇൻസ്റ്റന്റ് ടോർക്ക് അല്ലേ? ഞാൻ എൻ്റെ അറ്റം വരെ വെച്ചു. ഞാൻ വെച്ചത് കൂളായിട്ട് വണ്ടി
പിന്നെ എൻ്റെ ഇടയ്ക്ക് ഒരു സ്ഥലത്ത് നിന്നപ്പോൾ എനിക്ക് തോന്നി ഇനിയിപ്പോൾ കയറില്ല, താഴെ പോണ്ടിരുന്നു. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഈ വണ്ടിക്കില്ല. പക്ഷേ എന്താ കാര്യം വെച്ചാൽ നമ്മൾ നോർമലി വണ്ടി ഓടിക്കുമ്പോൾ വണ്ടി ഓടിക്കാൻ അറിയുന്ന ആൾ ക്ലച്ചൊക്കെ താങ്ങി അവിടെ നിന്ന് ലോഡ് ചെയ്യണ്ടേ, അതൊന്നും ഈ വണ്ടിക്ക് ആവശ്യമില്ല. ത്രോട്ടിൽ തന്നെ അവിടെ കാണിക്കും എത്ര ടോർക്ക് അതിൽ കൊടുക്കുന്നുണ്ട്. ആ റിങ് ഉണ്ടോ 396 മുകളിൽ, അത് താഴേക്കാൻ കൂടുന്നു കഴിഞ്ഞാൽ ഇൻസ്റ്റന്റ് ഫുൾ ടോർക്കിൽ വരും വണ്ടി താനെ പോകും. ഓ, ഇത് ഭയങ്കര എന്നെ എന്താ പറയുക അത്ഭുതപ്പെടുത്തി എന്ന് തന്നെ പറയാം. കാരണം എനിക്കൊന്നും ചെയ്യേണ്ടി വന്നില്ല. ഇനി താഴേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ ഒന്നും ചെയ്യേണ്ട ഫുൾ ബ്രേക്കിൽ മാത്രം ഇറങ്ങി പോകാം. ഓക്കെ. അപ്പം ഞാനിപ്പോൾ പോകുന്നത് ബ്രേക്ക് നല്ല എഫിഷ്യന്റ് ബ്രേക്കിംഗ് ആണ്. അപ്പോൾ ഇവിടെയാണ് ഈ പറഞ്ഞ 360യുടെയും 540യുടെ ഗുണം. ചുമ്മാ ഇറങ്ങി പോയാൽ ശരിക്കും ഞാൻ എനിക്ക് ബ്ലൈൻഡ് സ്പോട്ടാണ്, എനിക്കൊന്നും കാണാം, ഫുള്ളി ബ്ലൈൻഡ് ആണ്. പക്ഷേ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ ഇങ്ങനെ ഒരു ക്യാമറ ഭയങ്കര അഡ്വാൻറ്റേജ്. അപ്പോൾ അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അല്ലേ. സ്ട്രേറ്റ് ആയിക്കാം, സ്ലോ, വെരി സ്ലോ. ആ ബ്രേക്ക് ലോക്ക് ചെയ്ത വണ്ടി ഉണ്ടോ, ലോക്ക് ആയിട്ട് ഇറങ്ങി പോകണം. ഇത് 36 ഡിഗ്രി, ഇത് 35 അല്ലേ, തിരിച്ചിറങ്ങുമ്പോൾ 35 റൈറ്റ്. അപ്പോൾ നമ്മളുള്ളത് 35 ഡിഗ്രിയിലാണ്. ഫഹദ് ബ്രോന്റെ ആൾക്കാർ ചോദിച്ചില്ലേ എങ്ങനെ വണ്ടി ഇറക്കിയത്, ഹെലികോപ്റ്റർ കെട്ടി ഇറക്കിയെന്നല്ലേ. അപ്പോൾ ഇത് പ്രത്യേകിച്ച് ഇത് എല്ലാവർക്കും ഉള്ളതാണ്. കാരണം വെച്ചാൽ ഈ വണ്ടി കേപ്പബിൾ ആണ്, വേറെ നമ്മൾ തള്ളേണ്ട ആവശ്യമില്ല. അത് കാണിക്കാൻ വേണ്ടി ആ ഇൻക്ലൈനും ഡിക്ലൈനും കാണിക്കാൻ വേണ്ടി മാത്രമാണ് അവർ ഈ ഒബ്സ്റ്റക്കിൾ ഇട്ടത്. അപ്പോൾ ആ ഒരു സംശയം തീർന്നു, ആൾക്കാരുടെ സംശയം മാറ്റാം. ഇനി ഇത് പക്ഷേ ഓടിച്ച ഞാനാണെന്ന് മാത്രമേ റൈറ്റിലേക്ക് പോവാം. ഇനി ഉള്ളത് പോസിറ്റീവ് ആർട്ടിക്കുലേഷൻ ആണ്. ഇതിനെ പറയുന്നത് പോസിറ്റീവ് ആർട്ടിക്കുലേഷൻ, അതായത് ഡ്രൈവർ മുകളിൽ നിൽക്കുന്നതിനെ പോസിറ്റീവ് ആർട്ടിക്കുലേഷൻ എന്ന് പറയും. ഡ്രൈവർ ഇപ്പൊ നമ്മൾ ആദ്യം ചെയ്ത നെഗറ്റീവ്. അതെ, നെഗറ്റീവ് ഇൻക്ലൈൻ, പോസിറ്റീവ് ഇൻക്ലൈൻ. ദിസ് ഈസ് പോസിറ്റീവ് ഇൻക്ലൈൻ. ഇതിൽ നമ്മൾ വണ്ടിയുടെ സ്റ്റെബിലിറ്റി നോക്കാം. അത് മാക്സിമം മേലേക്ക് കയറ്റി പിടിച്ചോ. ഞാൻ പറയില്ല, ഞാൻ മിക്ക ഡ്രൈവറിൽ പോകുമ്പോൾ ആൾക്കാർ എന്താ പറയുക, എന്തായാലും മാക്സിമം ഇങ്ങനെ കാണിക്കും, ഏറ്റവും മുകളിൽ പോകണ്ട, കുറച്ച് താഴേക്ക് എന്ന് പറയാറുണ്ട്. ഈ വണ്ടിയുടെ സ്റ്റെബിലിറ്റി മനസ്സിലാക്കാൻ ഏറ്റവും മുകളിലേക്ക് അങ്ങ് പിടിച്ചോട്ടെ. ധൈര്യമായിട്ട് പിടിച്ചോ. അപ്പോൾ ഒന്നും ചെയ്യണ്ടല്ലോ, ഇത് ഇവിടെ സാൻഡ് മോഡിലല്ലേ, നമുക്ക് മഡ് ആൻഡ് റട്ടിൽ മോഡിലേക്ക് മാറ്റി. ഓക്കെ, ഞാൻ മാക്സിമം പിടിക്കണേ. കയറ്റി വെച്ചോ. മെല്ലെ മതി, ക്രോൾ ചെയ്താൽ മതി. കാരണം അത്ര എഫിഷ്യന്റ് അതിന്റെ ഇലക്ട്രോണിക്സ്. ഓക്കെ, ഡൺ. ശരി. സ്ലോ ഇൻപുട്സ്. കയറ്റി വെച്ചോ, പേടിക്കണ്ട, ധൈര്യമായിട്ട് വെച്ചോ, ഒന്നാവില്ല. വെച്ചോട്ടെ, മതി. ഇനി സ്റ്റിയറിംഗ് സ്ട്രൈറ്റ് ആയി പോയിക്കും. ഇൻക്ലൈനിലുള്ള ബേസിക് റൂളാണ്, ഒരിക്കലും ഇൻക്ലൈൻ എഗെയിൻസ്റ്റ് ആയിട്ട് സ്റ്റിയർ ചെയ്യരുത്. മാക്സിമം സ്ട്രൈറ്റ് വെക്കുക, അല്ലെങ്കിൽ ഓപ്പോസിറ്റ്. ഇപ്പൊ ഞാൻ എന്താ ചെയ്യണ്ടേ? ഇപ്പൊ നിങ്ങൾ കീപ് സ്ട്രൈറ്റ് ആൻഡ് ഗോ. ഓക്കെ, കുഴപ്പമില്ല. എനിക്ക് തോന്നുന്നു വണ്ടി വീഴുന്നു, പക്ഷേ അങ്ങനെ തോന്നുന്നില്ല. ഒരിക്കലും വീടില്ല, ധൈര്യമായിട്ട് ഓടിച്ചു. അത്ര റിജിഡ്. ഇത് എത്ര ഡിഗ്രിയാ? ഒരു 45 ഉണ്ടാവും. ഇത് 45 ഉണ്ടാവും. ഇതാണ് 45. ഇതാണ് നിങ്ങൾ ജിംനിയിൽ ചാടി കയറ്റുന്ന 45. ഓ, ഇത് ഞാൻ മാക്സിമം അറ്റത്താ പിടിച്ചിട്ടുണ്ട്. നോർമലി ഡ്രൈവിൽ ആരും ധൈര്യമായിട്ട് പിടിച്ചോ, പോട്ടെ. വണ്ടി ഭയങ്കര സ്റ്റേബിൾ ആണ്. നോർമലി ബോഡി ടിപ്പ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. പ്രത്യേകിച്ച് ലാഡർ ഷാസി ഒക്കെ ആണെങ്കിൽ, ലാഡർ ഫ്രെയിം ആണെങ്കിൽ ഇങ്ങനെ ബാക്കിലേക്ക് പോകും. ഇത് അങ്ങനെ അനങ്ങിയിട്ടില്ലേ വണ്ടി. ഇപ്പോഴും ആ വീലിലാണ് നിൽക്കണം. ഇപ്പോൾ വേണമെങ്കിൽ വീലിന്റെ വീഡിയോ അവർ എടുക്കണം നോക്കിക്കഴിഞ്ഞാൽ വീലും ഇങ്ങനെ നിൽക്കണ കാണാം. കാരണം ഒന്ന് ഈ ടയർ HT ടയറാണ്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടും ഈ വണ്ടി ഇങ്ങനെ പെർഫോം ചെയ്യുന്നത് ശരിക്കും അതിശയമാണ്. ഇനി ഇതിനകത്ത് സംശയം എനിക്കില്ല. കാരണം മെയിൻലി 2 സംഭവങ്ങൾ നമ്മൾ സുഖമായിട്ട് ചെയ്തു. ഇതിപ്പോൾ സ്ലിപ്പ് ആയതായിരിക്കും ആ മണ്ണ് അല്ലേ? അല്ല, അത് ആദ്യത്തതല്ലേ, ഒലിച്ചിറങ്ങുമല്ലോ, അത്ര ചെരുവല്ലേ. അല്ല, ബോഡി റോൾ ചെയ്തൊരു വണ്ടി പോകില്ല. അല്ല, എനിക്ക് തോന്നുന്നത് ആർക്കും ചെയ്യാം. ആർക്കും ചെയ്ത് ഓഫ് റോഡിങ് അറിയാത്ത ഒരാൾക്കും ഈ സാധനം സുഖമായിട്ട് ശ്രമിക്കാം. അത്ര കേപ്പബിൾ ആണ് ഈ വണ്ടി. അപ്പോൾ ശരിക്കും ഓഫ് റോഡേഴ്സിന് ഇനി നമുക്കൊരു ചലഞ്ചാണ് ശരിക്കും. ഈ ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഇത് ഡ്രൈവറുടെ സ്കില്ലിലാണ് കളി. അതായത് ശരിക്കും പേടിയാവേണ്ടതാണ്. സീസോ ആണ്. അതിങ്ങനെ മേലേക്ക് പോയി ഏറ്റവും അറ്റത്ത് പോകുമ്പോൾ ഒറ്റ ടിപ്പില്ല. ആ ടിപ്പ് അങ്ങ് വരുമ്പോൾ നമുക്ക് ഉള്ളിൽ നിന്ന് ഒരു സാധനം വരും. അപ്പോൾ റിലീസ് ചെയ്യും, വണ്ടി പുറകിലേക്ക് വരും. സോ ഡോണ്ട് ഫിയർ, കീപ് ഓൺ ഡ്രൈവിംഗ് വെരി സ്ലോ. അപ്പോൾ ഞാൻ ചോദിട്ടെ, ഞാൻ അവിടെ എത്തി, സീസോ ബാലൻസ് ചെയ്ത് ഇവിടെ കുത്തില്ലേ, ആ കുത്തുമ്പോൾ എന്ത് റിലീസ് ചെയ്യാൻ പാടില്ല? ത്രോട്ടിൽ റിലീസ് ചെയ്യാൻ പാടില്ല. ത്രോട്ടിൽ കൊടുക്കണം. കൊടുക്കാന്ന് പറഞ്ഞാൽ ഫുൾ റിലീസ് ചെയ്ത് വണ്ടി പുറകോട്ട് വിടരുത്. കാരണം ഗ്രാവിറ്റി വണ്ടിനെ പുറകോട്ട് കൊണ്ടുവിടും. either you brake or keep on slowly throttling. ബ്രേക്ക് ചെയ്യാം. ടിപ്പ് ചെയ്തിട്ട് ആ ചെയ്യാൻ തുടങ്ങൂലേ, അത് കഴിഞ്ഞ് ഒരു അടിയും കൂടി മുന്നോട്ട് പോയിട്ട് ബ്രേക്ക് ചെയ്യാം. അല്ലെങ്കിൽ വണ്ടി പുറകോട്ട് തന്നെ വരും. ഗുരുവിന്റെ ഉപദേശം സ്വീകരിച്ചിട്ട് ഒന്നുമില്ല, മെല്ലെ ക്രോൾ ചെയ്താൽ സ്പീഡിൽ പോണ്ട, മെല്ലെ സ്ലോ. ത്രോട്ടിൽ ഭയങ്കര കൺട്രോൾ വേണം. ഫൈൻ കൺട്രോൾ ത്രോട്ടിൽ ഉണ്ടെങ്കിൽ ഭയങ്കര രസം ഓടിക്കും. ഓക്കെ, മെല്ലെ പോട്ടെ. മെല്ലെ പോട്ടെ. റിലീസ് ചെയ്യരുത് കേട്ടോ. അത്രയും പോയി അടിച്ചിട്ടും ഈ വണ്ടി ഒന്നും പറ്റാൻ പാടില്ല. ഇത് ഈ സാധനം മണ്ണിട്ടിട്ട് സെറ്റ് ആക്കിയപ്പം അടിയിൽ ഇവിടെ തട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞത് കുഴപ്പമില്ല, വണ്ടിക്ക് പ്രശ്നമൊന്നുമില്ലെങ്കിൽ കുഴപ്പമില്ല. ബെല്ലി ബ്രീച്ച് അല്ല, ഇത് എന്താണ്, ഫൂട്ട് റെസ്റ്റ് ആണ് തട്ടുന്നത്. ബാറ്ററി ഈസ് നോട്ട് ടച്ചിങ് എനിവർ. അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്കിത് കണ്ട, ഇതൊരു ക്യാമൽ ഹമ്പാണ്. ഈ വണ്ടിയുടെ അപ്രോച്ച് ആംഗിൾ, ഡിപ്പാർച്ചർ ആംഗിൾ, ബ്രേക്ക് ഓവർ ആംഗിൾ, ഇത് മൂന്നും ടെസ്റ്റ് ചെയ്യാനുള്ള ക്യാമൽ ഹമ്പാണ് ഇത്. കയറുന്ന അടുത്തത് പോകും, ഇതിന് തൊട്ടടുത്തേക്ക് പോകും. അപ്പോൾ കാണാം എന്താണ് ക്യാമൽ ഹമ്പ്. ഇവിടെ നിർത്തിയിട്ട് എനിക്ക് ജസ്റ്റ് ആക്സിഡന്റ് കൊടുത്താൽ കയറും. കയറും, എല്ലാം അങ്ങനെ കയറും. ഞാൻ സ്ലോ ആയിക്കോട്ടെ. പോയിക്കോ, അല്ല നീ പോയിക്കോ, താഴെ പോയി നോക്ക്.
ഇപ്പം മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഡിപ്പാർച്ചർ അപ്രോച്ച്. ഇനി ഇതിന്ന് കയറുമ്പോഴാണ് ശരിക്കും അപ്രോച്ചിൻ്റെ ഓ ഇതിപ്പോൾ അതേ സെയിം ഏകദേശം നമ്മൾ മറ്റേ ചെയ്ത പോലെ തന്നെ അല്ലേ? ആ 24 ഡിഗ്രി 25 ഡിഗ്രി എന്നുള്ള അപ്രോച്ച് ഡിപ്പാർച്ചറൊക്കെ അടിപൊളിയാണ്. ഓ ഇത് ശരിക്കും ഇതിൻ്റെ കേപ്പബിലിറ്റി മാക്സിമം കാണുമ്പോൾ പുറത്തുനിന്ന് എനിക്ക് അത്രയും തോന്നിയില്ല കേട്ടോ. പക്ഷെ അകത്തിരിക്കുമ്പോൾ ഇതിൻ്റെ ആ ഒരു ഇതും അതുപോലെ തന്നെ നമുക്ക് എഫേർട്ട്ലെസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നുള്ളതുണ്ട്. ഇപ്പൊ അടി തട്ടിയുണ്ട്, പക്ഷേ അടിയല്ല, രണ്ട് റോക്ക് സ്ലൈഡ് ഫുഡ് ട്രസ്റ്റ് തട്ടുന്നത്. അത് തട്ടിയില്ല, ചെറിയൊരു ഹിറ്റ്. അതിന്റെ അടിയിൽ രണ്ട് മെറ്റലിന്റെ പീസസ് ഉണ്ട്, അതാണ് തട്ടുന്നത്. അതിന്റെ മുകളിലാണ് ബാറ്ററി ഉള്ളത്. ഇനി അത് ഈ സ്റ്റേജ് ഫുൾ അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല. We made sure that the battery is not touching anything. So ഇനി ഇത് എന്ന് പറഞ്ഞാൽ ഇതിൽ നമുക്ക് ട്രാക്ഷൻ കൺട്രോൾ പ്രോ ഒന്നും കൂടി ടെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഓഫ് റോഡ് അസിസ്റ്റ്. നിങ്ങൾ സ്റ്റിയറിംഗ് മാത്രം ഉപയോഗിച്ചാൽ മതി, വണ്ടി താൻ ആ ചെളിയിൽ കയറി വരും. അപ്പോൾ ഇവിടുന്ന് എടുക്കുമ്പോൾ അതിന് മനസ്സിലാവും ചളി എത്തുമ്പോൾ എത്ര കൂടുതൽ ഇത് കൊടുക്കണം എന്നുള്ള. നോക്കി ഓടിച്ച് നോക്കാം, മനസ്സിലാവും. ജസ്റ്റ് ഒന്ന് കവർ ചെയ്താൽ മതി അല്ലേ? അപ്പോൾ ഞാൻ വിട്ടാൽ മതി വണ്ടിനെ, ഒന്നും ചെയ്യുന്നില്ല. ഓക്കെ, if you want to increase the speed you can increase the speed, but let's go at 6. ഓക്കെ, അതാണ് വണ്ടിയുടെ കഴിവ്, നമുക്ക് ടെസ്റ്റ് ചെയ്യാം. നമ്മുടെ അത് മെല്ലെ പോയാലും ഇപ്പൊ ഇവിടെ പോയി നിന്നു വിചാരിക്കും, അവിടെ നിന്ന് വണ്ടി കയറും. ശരി, അപ്പോൾ ഇതാണ് ഏറ്റവും രസകരമായിട്ടുള്ള ചാർജ്. കാരണം എന്താ അറിയോ, എനിക്ക് തോന്നുന്നു അവിടെ വണ്ടി നിൽക്കും, പക്ഷെ നിന്നാലും ഈ ചെളിയിൽ സ്ലിപ്പ്, അത് ഈ HT ടയർ ഇട്ട് ചെളിയിൽ നിന്ന് സ്ലിപ്പിന്ന് പുറത്ത് വരുന്നതാണ് ഭയങ്കര ഹരം. ഉണ്ടോ? ഞാൻ ആക്ച്വലി ഒരു ഇൻപുട്ടും കൊടുക്കുന്നില്ല. ഞാൻ ഇൻപുട്ട് ഇതുവരെ കൊടുത്തിട്ടില്ല, എന്നാലും അത് കയറി. ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോവാം. ഇതിൻ്റെ ഉള്ളിൽ കൂടെ. ഓ ഇതിനകത്ത് ഇതെന്താ ഇങ്ങനെ നിർത്തിനെ? അത് വെറുതെ അതിന്റെ മുകളിൽ ഇത്രയും ഇതൊരു വണ്ടി എക്സ്ട്രാ അവർ എടുത്തിട്ടുണ്ടായിരുന്നു. വണ്ടി തന്നെയല്ലേ, അല്ലാതെ ഞാൻ ചോദിക്കട്ടെ, ആ കട്ടി തൂക്കിയ വണ്ടിയില്ലേ അതിനകത്ത് ഈ കെട്ടി തൂക്കിയ വണ്ടി ആക്ച്വലി കാണിക്കുന്നത് എന്താ? ആ വണ്ടിയുടെ സ്ട്രക്ചറൽ റിജിഡിറ്റി കാണിക്കുന്നത്. കാരണം അത്ര സിംഗിൾ 2 പോയിന്റിൽ ഇത്രയും വലിയ വെയിറ്റ് തൂക്കിയിട്ടും ആ വണ്ടിക്ക് ഒരു കുഴപ്പമില്ല എന്നാണ് കാണിക്കുന്നത്. വണ്ടിയുടെ സാധാരണ ഒരു നോർമൽ പാട്ട വണ്ടിയാണെങ്കിൽ ചിലപ്പോൾ അത് വലിഞ്ഞു പോരും, ഇല്ലേ? അതിന് ബാക്കിൽ എവിടെ ടോയിങ് പോയിന്റ് നോക്കി, നടുക്ക് രണ്ടെണ്ണം മുകളില്. ബാക്കിലത്തെ വണ്ടി മുകളിലത്തെ ഫ്രെയിമില്ലേ, മുകളിലത്തെ ഫ്രെയിമിലേക്ക് താഴത്തെ വണ്ടി തൂക്കിയിട്ടിരിക്കുന്ന ഒറ്റ പോയിന്റിലാ, സിംഗിൾ പോയിന്റിലാ. 2.5 ടൺ സിംഗിൾ പോയിന്റിലാണ് ആ ഫ്രെയിമിൽ നിൽക്കുന്നത്. സാധാരണ ഒരു പാട്ട വണ്ടിയാണെങ്കിൽ ആ പാട്ട പൊളിഞ്ഞ് താഴേക്ക് തൂങ്ങി കിടക്കും. അപ്പോൾ ഇതാണ് മറ്റേ D8 ഡിറൈവ്ഡ് പ്ലാറ്റ്ഫോമിന്റെ ഗുണം അല്ലേ? ഇനി ഫുൾ പുള്ളിയുടെ കോളിലാണ് പോണ്ട് കേട്ടോ. ഇനി എന്റെ കോളിലല്ല. ദിസ് ഇസ് എ ഡേഞ്ചറസ് വൺ, സോ ബി കെയർഫുൾ. So keep it to the right always. Okay. ഇതാണ് ഇവിടെ ഏറ്റവും ടഫസ്റ്റ് അല്ലേ? Keep it to the right, extreme right. ചേർത്ത് പോയാൽ പുള്ളി പറയണ പോലെ എളുപ്പത്തിൽ. ബാക്കിയൊക്കെ പുള്ളിയുടെ കോളാണ്. ഇതിൽ മോഡൊന്നും മാറ്റണ്ട. വേണ്ട. Turn right. Full right. Left. Yeah. Left. Full right. Come on. Okay. പുള്ളി പറയുന്നുണ്ട്, പിന്നെ നേരത്തോടെ എടുക്കാം. പുള്ളിയുടെ കോൾ ഒറ്റടിക്ക് പോകാം. ഇത് കണ്ണ് കാണാത്തൊരു സ്ഥലമാണ്. ഓക്കെ, പ്രസ് ചെയ്തിട്ട്. ഓക്കെ, back. More. Stop. Full left. Go ahead slowly. Lock it towards your left and go slowly. Stop. Full right. Go back a little bit. That's it. Right. Same position, come ahead. That's it. Now turn full right, left. Stop. Yeah, go ahead a little bit. Go ahead. Stop. Full left. Yes. Go down slowly. അപ്പോൾ ബ്രേക്ക് ചവിട്ടിട്ടാണ് പോകേണ്ടത്. Pressing the brakes and go down. It's a perfect line. Don't worry. Okay. Full brakes. Keep left. Straight tire. അങ്ങനെ പുള്ളി ഇരിക്കട്ടെ കുറച്ച്. That's it. Easy. That's it. Smooth. Let's go there. Okay. So that's it. ഇതാണ് ഏറ്റവും ടഫസ്റ്റ് അല്ലേ? എനിക്ക് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് പോകാൻ നോക്കുമ്പോൾ അവിടെ വലിപ്പം കുറവായിട്ട് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അവിടെ തീരെ ഗ്യാപ്പില്ല, നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പോൾ ഇതായിരുന്നു ഇവിടുത്തെ ഒരു
ഓഫ് റോഡ് എക്സ്പീരിയൻസിൽ ഒട്ടുമിക്ക കൈൻഡ് ഓഫ് ഒബ്സ്റ്റക്കിൾസും, അതായത് റോക്ക് ഉണ്ടായി, സാൻഡ് ഉണ്ടായി, സ്ലഷ് ഉണ്ടായി, ഇൻക്ലൈൻ ഡിക്ലൈൻ ഉണ്ടായി, പിന്നെ ഹംപ്, അതായത് അപ്രോച്ച് ഡിപ്പാർച്ചർ ആംഗിൾ നോക്കുന്നുണ്ടായി, സൈഡ് ഇൻക്ലൈൻസ് നമ്മൾ നോക്കി അല്ലേ, ആർട്ടിക്കുലേഷൻസ് നോക്കി. അതായത് ഒരു ഓഫ് റോഡ് വണ്ടീനെ ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാ സാധനങ്ങളും ടെസ്റ്റ് ചെയ്തു. ബട്ട് വി ഹാഡ് സം ലിമിറ്റേഷൻ. ലൈക്ക് ഈ വണ്ടി ഗ്രൗണ്ട് ക്ലിയറൻസ് ഒരുപാടുള്ള വണ്ടിയല്ല, പക്ഷേ ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ഗുഡ്. അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല, അതാണ് എനിക്ക് മനസ്സിലായത്. കാരണം ഞാൻ വണ്ടി കണ്ടപ്പോൾ വിചാരിച്ചു ഇത് എന്ത് അങ്ങനെ സീരിയസ് എനിക്ക് തോന്നി. ഫഹദ് ബ്രോ പറഞ്ഞു, കാരണം എൻ്റെ അടുത്ത് വണ്ടി ഓടിച്ച ഒരാളാണ്. അപ്പോൾ ആ ഒരു മല കയറിയപ്പോൾ കുറേ ആൾക്കാർക്ക് എന്താ വെച്ചാൽ ഒരുപാട് പേര് ഇപ്പോഴും എൻ്റെ കൂടെയുള്ള ഓഫ് റോഡേഴ്സ് ചോദിക്കുന്നുണ്ട് കെട്ടി വലിച്ചാണ് വണ്ടി മുകളിൽ കയറ്റി. അല്ല, അത് കഴിഞ്ഞിട്ട് സാധനം സീസൺ കഴിഞ്ഞിട്ടില്ല, ഇപ്പോഴും അതിന് കുറേ റീൽസും മറ്റേ സാധനം റിവേഴ്സ് കയറുന്ന വണ്ടിയും. പക്ഷേ അയാൾ ടെൽ യു ലൈക്ക് ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ട് ഇദ്ദേഹം ഈ വണ്ടി കുറേ ദിവസമായിട്ട് ഓടിച്ചുകൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ വണ്ടി ലൈക്ക് ഭയങ്കര ഈസാണ്. ലൈക്ക് നിങ്ങൾക്ക് ഒരു സാധാ ഓഫ് റോഡ് അറിയാത്ത ഒരാൾക്കും ഈ ഒരു വണ്ടി വാങ്ങിക്കഴിഞ്ഞാൽ ആക്ച്വലി സ്റ്റാർട്ടിങ് പോലെ തുടങ്ങും, ഓഫ് റോഡ് ഇഷ്ടപ്പെട്ട് തുടങ്ങും അല്ലേ അല്ലേ? അപ്പോൾ താങ്ക് യു സോ മച്ച്. പിന്നെ ഇതിൽ കുറേ നമ്മൾ ടെസ്റ്റ് ചെയ്യാത്ത മോഡലുണ്ട്. ഇതിൽ ഫ്ലിപ്പ് ടേൺ മോഡ് ഉണ്ട്, അതൊക്കെ ഫുൾ ഫണ്ടിന് വേണ്ടിയിട്ടുള്ള മോഡലാണ്. നല്ല രസം, അതായത് കസ്റ്റമർക്ക് ഭയങ്കര ഫണ്ട് തരുന്ന മോഡലാണ്. കറക്റ്റ് കഴിഞ്ഞല്ലേ? ഓക്കെ, അപ്പോൾ ഈ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് ഈ ഒരു വണ്ടിയുടെ ബാക്കി കാര്യങ്ങളോട് നമുക്ക് നോക്കാം. മീഡിയ ഡ്രൈവ് പിന്നെ അവിടുത്തെ നമുക്ക് ഇനി ഉണ്ടെന്നാ കേട്ടോ, കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ശരി, അപ്പോൾ താങ്ക് യു സോ മച്ച്. യു ആർ മോസ്റ്റ് വെൽക്കം. ബൈ. അപ്പോൾ നമ്മൾ ഇവിടെ കുറേ സംഭവങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ആദ്യം ഈ വാഹനത്തിൻ്റെ 0 to 100. അപ്പോൾ കമ്പനി ക്ലെയിം ചെയ്യുന്നത് അണ്ടർ 7 seconds ആണ്. സോ എൻ്റെ കൂടുതൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ളൊരു ഡ്രൈവറാണ്. സോ ഇദ്ദേഹം എത്ര സ്പീഡിൽ ചെയ്യാൻ പറ്റും നോക്കാം. നമുക്കിവിടെ ഓടിക്കാനുള്ള പെർമിഷൻ ഇല്ല, പക്ഷേ ഇതിൻ്റെ ആ ഒരു ഫീൽ കിട്ടാനുള്ള എല്ലാ ഓപ്ഷൻസും ഉണ്ട്. നമുക്ക് നോക്കാം. And you'll see a button here, which is a rocket sort of button. Oh. So that's a boost mode. So we're going to press the boost mode so we can accelerate faster. ഓക്കെ, സോ ബൂസ്റ്റ് മോഡ് ഇട്ടിട്ട് നമ്മൾ 0 to 100 ആണ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. BIC-ലാണ്. അപ്പോൾ നോക്കി നോക്കാം. സോ നമ്മൾ Stop here at this line. ഓക്കെ, And you'll see the F1 style lights come on over there. യെസ്, And once all the lights light up and build the push അല്ലേ? it switches off, So simultaneously 2 cars are doing. we're going to do a drag race. ഓ ഡൺ, സൂപ്പർ. അപ്പോൾ ആക്ച്വലി ഇത് ഡ്രാഗ് റേസ് എന്ന് കൂടി പറയാം. തൊട്ടപ്പുറത്ത് വേറൊരു ഹാരിയർ കാണാൻ സാധിക്കും. അപ്പോൾ എൻ്റെ കൂടെയുള്ള അമീറാണ്. അപ്പോൾ അമീറിൻ്റെ ആ ഒരു എന്താ പറയുക എഫിഷ്യൻസിയാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. കാർ എഫിഷ്യൻ്റ് ആണ്. അപ്പോൾ അവിടെ നമുക്ക് പച്ച കത്തുമ്പോൾ ഇദ്ദേഹം പുഷ് ചെയ്യും, അദ്ദേഹം പുഷ് ചെയ്യും. യെസ്, So there you see the lights come on. ഓക്കെ ഡൺ. അപ്പോൾ റെഡി വാ. 9 and 10, you're good to Two. go. Car 9 and 10, you're good to go. നമ്മൾ ജയിക്കുകയാണ്. ഇപ്പോൾ 120 കഴിഞ്ഞു, 131, 140, 154, 160. യെസ്, 160-ൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്തു. 9 and 10, please hold. 9 and 10, please hold. ആഹാ Try not to hit the cones. ആഹാ, ഇദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് ആണത്. പക്ഷെ ആക്ച്വലി Do the high speed run over here now. ഓക്കെ, I hope you haven't had lunch yet, right? നോട്ട് യെറ്റ്. Whenever you're ready, we'll roll for the high speed. യെസ്, സോ വിൽ ബി സ്റ്റാർട്ടിങ് ഫ്രം 0. You can start right now. ഓക്കെ ഡൺ. അപ്പോൾ റെഡി 1 2 3. അപ്പോൾ ഒറ്റ സ്ട്രേറ്റ് ലൈനാണ്. എത്ര വരെ നമുക്ക് സ്പീഡ് ചെയ്യാൻ 5 പറ്റും and നോക്കാം. 6, you're good to go. Car 5 and 6, you're good. സോ 100 കഴിഞ്ഞു. ഭയങ്കര സ്റ്റേബിളാണ്. മൂപ്പർക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. കയ്യിൽ അങ്ങനെ ഒരു സംഭവമില്ല. കൈയെടുത്തു, എന്നിട്ടും 160 170 സിമ്പിളാണ്. 150-യുടെ മുകളിൽ ചെറിയൊരു വൈബ്രേഷൻസ് ഉണ്ട്. പക്ഷേ 177, 178, 179. ഓ, സോ ഇറ്റ്സ് ലോക്ക്ഡ് ഇൻ 179. അപ്പോൾ ടാറ്റ ഹാരിയർ .evയുടെ ടോപ്പ് സ്പീഡ് 179 ആണ്. അതുപോലെ തന്നെ നമുക്ക് യെസ്, ഒരു 70+ നമുക്ക് സുഖമായിട്ട് തിരിക്കാൻ പറ്റും. ഇതും കേവ് ടച്ച് ചെയ്യാതെ, അല്ല കോൺ ടച്ച് ചെയ്യാതെ. യെസ്, ഓ, ഇതെല്ലാം കാണിക്കുന്നത് വെച്ചാൽ ഈ വണ്ടിയുടെ ചാസിയുടെ ആ ഒരു സ്റ്റിഫ്നെസ് ആണ്. സോ ഇവിടെ ആഹാ, We'll just do that. ഗുഡ് വൺ. Yeah. You can see one car go up the parabola over there. ഓ, That's what we're going to do. ഭയങ്കര ഇംപ്രസീവാണ് ഇതുവരെയുള്ള. Ready? ഇനി പാരബോള അല്ലേ? Yeah, we're going to do that. Okay? ഓക്കെ, We'll just check. സോ വീണ്ടും നമുക്കിതിനെ ഒന്നും കൂടി ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ ആ ഒരു പാരബോള, വോട്ട് ടു സേ ദാറ്റ്? Parabola. പാരബോള. ഓക്കെ, ഓ
So we're entering at about 130 now. യെസ്, അപ്പോൾ 130-ലാണ് നമ്മൾ ആ പാരബോള ചെയ്യുന്നത്. ഓ 100 താഴെ പോകണേയില്ല. അമീർ 105-ലാണ് അത് ചെയ്യുന്നത്. ശരിക്കും ഭയങ്കര എഫേർട്ട്ലെസ് ആട്ടോ അത്. EV ആണുകൊണ്ട് ആ സഡൻ ടോർക്ക് നമുക്ക് ആക്ച്വലി ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു ജി ഫോഴ്സ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അവിടെ കോണുണ്ട്. ഓ 106-ലാട്ടോ നമ്മൾ തിരിച്ചത്. ഓ ഇപ്പോൾ മനസ്സിലായി എന്തുകൊണ്ടാണ് ഈ ഒരു ട്രാക്ക് നമുക്ക് ഓടിക്കാൻ തരാത്തത്. കാരണം നമ്മൾ ഓടിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഈ സ്പീഡിൽ ഓടിക്കില്ല. അപ്പോൾ ആക്ച്വലി വണ്ടിയുടെ മാക്സിമം നമുക്ക് ഇവിടെ എൻജോയ് ചെയ്യാൻ സാധിച്ചു. That was your lap, guys. Good. It was alright. Thank you so much. താങ്ക് യു സോ മച്ച്. It was a pleasure having you guys on board. അപ്പോൾ അമീർ അതിഗംഭീരമായിട്ട് ഓടിച്ചു. അപ്പോൾ എന്തായാലും ഇതുപോലെ നമുക്ക് ഓടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് ടാറ്റ. അപ്പം ആദ്യം ഞാൻ ഇവിടെ വരുമ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ടാണ് നമുക്ക് തരാത്തത്. കാരണം ഓഫ് റോഡൊക്കെ ചെയ്യിപ്പിച്ചു, ഇവിടെ മാത്രം എന്തുകൊണ്ട് തന്നില്ല. അപ്പോൾ അതിൻ്റെ ഉത്തരമാണ്. കാരണം 140-ലൊന്നും എന്നെ കൊണ്ട് ആ സാധനം തിരിക്കാൻ സാധിക്കില്ല. അതാണ്. അപ്പോൾ ഈ വണ്ടി കേപ്പബിൾ ആണ്. അപ്പോൾ ഇനി അടുത്ത വി ആർ ഗോയിങ് ടു നെക്സ്റ്റ് To the ADAS section. എഡാ സെക്ഷൻ. അപ്പോൾ അവിടെ പോയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ. അപ്പോൾ അങ്ങനെ ഫഹദിന് ശേഷം ഫാബിദിനെ കിട്ടിയിട്ടുണ്ട്, അതും ഡൽഹിയിൽ. അപ്പോൾ ഇദ്ദേഹമാണ് നമുക്ക് എഡാസിൻ്റെ ഫീച്ചേഴ്സും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വണ്ടിയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഫാബിദ്, വെൽക്കം അഗൈൻ. താങ്ക് യു. ഫസ്റ്റ് ഓഫ് ഓൾ ഹാരിയർ EVയിൽ ADAS ലെവൽ 2 ഉള്ളത്. സോ വി ഗോണ ഷോ യു ഫ്യൂ തിങ്സ്. അതിൻ്റെ ഒരു ADAS ലെവൽ 2-ലുള്ള കുറച്ച് ഫീച്ചേഴ്സ്, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സേഫ്റ്റി ഫീച്ചേഴ്സ് കാണിക്കും. അതിലുപരി ഈ വാലി എന്ന് പറഞ്ഞിട്ട് ഒരു റിവേഴ്സ് പാർക്കിംഗ് അസിസ്റ്റൻറ്റ് അതും കാണിക്കും. പിന്നെ ക്ലിയർ വ്യൂ അസിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഈ 3 എക്സസൈസാണ് നമ്മൾ മെയിനായിട്ട് ഈ ഒരു സെഷനിൽ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ ഡൺ. അപ്പോൾ ഒന്നൊന്നായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തുടങ്ങാം. ഓക്കെ, ഇവിടെ കാണിക്കാൻ പോകുന്നത് ഇറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ. അതിലെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്രൂയിസ് 60-ൽ സെറ്റ് ചെയ്തിട്ട് വിൽ ഗോ ആൻഡ് അവിടെ സ്പീഡ് ബോർഡ് ഉണ്ട് 40. സോ സ്പീഡ് ലിമിറ്റ് അവിടെ 40 ആണ്. അപ്പോൾ കാറ് ആ സൈൻ ഡിറ്റക്ട് ചെയ്ത് ഓട്ടോമാറ്റിക് വാണിംഗ് തരുകയും ചെയ്യും. അതിൻ്റെ കൂട്ടത്തിൽ ഒരു പ്രോംപ്റ്റ് തരും. അത് വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ക്രൂയിസ് മൈനസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 60-ന്ന് ഡയറക്റ്റ് 40 ചെയ്യും. അല്ലെങ്കിൽ വിച്ച് എവർ സ്പീഡാണെങ്കിൽ നമ്മുടെ ആ സ്പീഡ് ലിമിറ്റിൻ്റെ ആ സ്പീഡിലേക്ക് കുറയും, ക്രൂയിസ് കൺട്രോൾ കുറയും. ഞാൻ പറയാം, ഇത് കണ്ടുകൊണ്ട് ഇത് ഓട്ടോമാറ്റിക് കുറയില്ല. കണ്ടുകൊണ്ട് നമുക്ക് പ്രോംപ്റ്റ് തരും. പിന്നെ നമ്മുടെ ഇഷ്ടമാണ് കുറയ്ക്കണം. അതും സേഫ്റ്റിക്ക് വേണ്ടിയിട്ടായിരിക്കില്ല, കാരണം പെട്ടെന്ന് നിന്നാലും പ്രശ്നമാണല്ലോ അല്ലേ. പിന്നെ നമ്മുടെ അതാണ് ഒരു ADAS ലെവൽ 2 ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഇൻട്രൂഷൻ ഭയങ്കര മിനിമലായിട്ടാണ് വെച്ചിട്ടുള്ളത്. മനസ്സിലായി. നമ്മൾ 59 സെറ്റ് ചെയ്ത് പൊക്കോണ്ടിരിക്കും. അപ്പോൾ അവിടെ ഒരു ഫോട്ടോ. ഓക്കെ, ജസ്റ്റ് ഞാൻ കുറയ്ക്കാൻ പറഞ്ഞു. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ 40-ലേക്ക് വന്നു. ഞാനൊന്നും ചെയ്യുന്നില്ല. വണ്ടി അടിപൊളി. 40. പിന്നെ ആ 40 മെയിൻറ്റെയിൻ. പിന്നെ നമുക്ക് മാറ്റണമെങ്കിൽ വീണ്ടും ആസ് യൂഷ്വൽ. ഓക്കെ ഡൺ. അപ്പോൾ ഈ ഒരു വണ്ടിയിലെ എൻ്റെ ഫേവറേറ്റ്, ഇപ്പോൾ എഡാസ് നമ്മൾ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് BMW-ലൊക്കെ കണ്ട സംഭവം, അതായത് നമ്മൾ പോകുന്ന ഈ സംഭവം മെമ്മറൈസ് ചെയ്യും. അതിനുശേഷം ഇതേ നമ്മളിപ്പോൾ ഫ്രണ്ടിലേക്ക് പോയ ദൂരം ഒരു 50 മീറ്റേഴ്സ് വരെ അത് ഓട്ടോമാറ്റിക്കലി പ്രത്യേകിച്ച് ഇൻപുട്ട് കൊടുക്കാതെ തന്നെ ബാക്കിലേക്ക് പോകും. സോ ഇതാണ് എൻ്റെ ഫേവറേറ്റ് ഈ എഡാസിൻ്റെ അകത്ത്. നമുക്ക് നോക്കാം ഫാബിദ്, അതിനെന്താ ചെയ്യേണ്ടത്? ബേസിക്കലി നമ്മളിങ്ങനെ ഒരു ടൈറ്റ് റോഡിൽ വന്നു, നമുക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് മനസ്സിലായി. ഈ വന്ന റോഡിലൂടെ തന്നെ തിരിച്ചു പോകണം. വളരെ ടൈറ്റ് ആണ്, നമുക്ക് തിരിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് വിചാരിക്കാം. അപ്പോൾ ഇവിടെ റിവേഴ്സ് അസിസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ബ്രേക്ക് കാലെടുക്കാം, കൈ. അപ്പോൾ ബാക്കിൽ വണ്ടി ഉണ്ടെങ്കിൽ ബ്രേക്ക് ചെയ്തോളൂ. വണ്ടി ബ്രേക്ക്, അത് ഒബ്സ്റ്റക്കിൾസ് എന്തുണ്ടായാലും ഡിറ്റക്ട് ചെയ്ത് ബ്രേക്ക് ചെയ്തോളൂ. അപ്പോൾ ഇത് ഈ വന്ന വഴി തന്നെ ഓർമ്മയിലുണ്ട്. അതെ അല്ലേ, അതുപോലെ തന്നെ വന്ന് വളഞ്ഞ വളവൊക്കെ എടുത്തോളൂ. അതെ, ലാസ്റ്റ് 50 മീറ്റേഴ്സ് അല്ലേ, അതാണ് കണക്ക് അല്ലേ. അതെവിടെ ഗുണം ചെയ്യാറ് പ്രത്യേകിച്ച് നമ്മൾ മറ്റേ 2 തൂണുകളുടെ ഇടയ്ക്കുള്ള പാർക്കിംഗ് ഉണ്ടല്ലേ, ഫ്ലാറ്റ് പാർക്കിംഗ് അല്ലേ, അവിടെയാണ് ഇത് ആക്ച്വലി ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുക. ഇവിടെ 36 എന്നത് മീറ്റർ ആണല്ലേ ഇവിടെ കാണിക്കുന്നത്. 50 മീറ്റേഴ്സ് ബാക്ക് ട്രാക്ക് ചെയ്തു. ഓ, അപ്പോൾ 34 വരെ എത്തി നമ്മൾ അല്ലേ. 0 എത്തിക്കഴിഞ്ഞാൽ അവിടെ നിൽക്കുവാൻ. 0 എത്തി കറക്റ്റ്. ഇത് കൊള്ളാം. ഇതിൻ്റെ ഇടയിൽ ഇപ്പോൾ ആളെന്തെങ്കിലും ചാടിയാലും അത് ഓട്ടോമാറ്റിക് ബ്രേക്ക് ചെയ്യും. പിന്നെ അതിനുശേഷം ബാക്കിലേക്ക് പോകും, അല്ലെങ്കിൽ അത് കഴിയും. അൺലെസ് ആ ഒബ്സ്റ്റക്കിൾ അവിടുന്ന് മാറിയില്ല എന്നുണ്ടെങ്കിൽ, അതായത് ഒരു ഒബ്സ്റ്റക്കിൾ ഡിറ്റക്ട് ചെയ്ത് തന്നെ 30 സെക്കൻഡ്സ് ടൈം കൊടുക്കും. ഓ, അത് ചേഞ്ച് വല്ലതും വരുമെന്ന് കാർ അനലൈസ് ചെയ്യും. അനലൈസ് ചെയ്തിട്ട് 30 സെക്കൻഡ്സ് ആയിട്ട് ചേഞ്ച് ഇല്ലെങ്കിൽ മാത്രം അത് അബൌട്ട് ആവും. ഇല്ല എന്ന് പറഞ്ഞാൽ അത് വേണ്ടി എടുത്തോളൂ അല്ലേ. കൊള്ളാം, ഇതെൻ്റെ അടിപൊളി ഫീച്ചറായിട്ട്. 10 മീറ്ററും കൂടി 9 മീറ്ററും കൂടി. ഇത് 2 ഓട്ടോമാറ്റിക്കലി പോണതാ അല്ലേ, അതും ആൾക്കാരൊന്നുമില്ല. 6, 5, 4 ഏകദേശം എൻ്റെ പാരലായിട്ട് തന്നെ വന്ന് നിൽക്കും അല്ലേ. 2, 1 ശരിയാണ്.
കഴിഞ്ഞു. യെസ്, അത് കഴിഞ്ഞ് വന്ന് പാർക്കിലിട്ടു. ഓ സൂപ്പർ, അടിപൊളി. അപ്പോൾ നോർമലി ഇത് എല്ലാ വണ്ടിയിലും ഉണ്ടാവാറുണ്ട് ഓട്ടോ എമർജൻസി ബ്രേക്കിംഗ്. നമ്മൾ ആരും ട്രൈ ഔട്ട് ചെയ്യാറില്ല. അപ്പോൾ ഇതിൽ നമുക്ക് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. ആദ്യം ഇത് വോൺ ചെയ്യൂ. വോൺ ചെയ്യൂ അല്ലേ? ഞാൻ ബ്രേക്കിൽ നിന്ന് കാലെടുത്തു, വോൺ ചെയ്തു. അടിപൊളി. ഇത് ഈ ഒരു സാധനം ഞാൻ നോർമലി പരീക്ഷിച്ചിട്ടില്ല കേട്ടോ, കാരണം ധൈര്യം വന്നിട്ടില്ല. അപ്പോൾ ഇത് അടിപൊളിയായിട്ട് വർക്ക് ചെയ്തു. അപ്പോൾ ലൈക്ക് ബേസിക്കലി അഡാസിൻ്റെ എല്ലാ ലെവൽ 2 ഫീച്ചേഴ്സും ഇത് അതിഗംഭീരമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇതാണ് നമുക്കിതിനകത്ത് മനസ്സിലായത്. ഇത് അടിപൊളിയായിരുന്നു. ഒരു വട്ടത്തിൽ കിട്ടുള്ളൂ. ഒന്നുകൂടി ചെയ്യാം. ഒന്നുകൂടി ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒരു വട്ടം കറക്റ്റായി പിടിച്ചു, രണ്ടാമത്തെ വട്ടം കറക്റ്റായി പിടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അടുത്തത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണമെന്നാണ്. അപ്പോൾ ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കാം. യെസ്, അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ അടുത്ത് ഇന്നലെ ആരോ പറഞ്ഞു, അതായത് അഡാസ് വർക്ക് ചെയ്തില്ല എന്നൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ടാമത്തെ വട്ടം ട്രൈ ചെയ്ത്. സോ ഇത് ബേസിക്കലി പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. BE6 എല്ലാ ഫീച്ചേഴ്സും ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഓട്ടോ പാർക്ക് ഉണ്ടോ? യെസ്, ഓട്ടോ പാർക്ക് 2 ടൈപ്പ് ഉണ്ട്. അസിസ്റ്റൻ്റ് ഓട്ടോ പാർക്കിംഗ് ഉണ്ട്, റിമോട്ട് പാർക്കിംഗ് ഉണ്ട്. ഓക്കെ, പാർക്കിംഗ് സ്പോട്ട് ഡിറ്റക്ട് ചെയ്തു. Salman, yeah. 2 ഓപ്ഷൻ, ഓട്ടോ പാർക്കിംഗ് ഉണ്ട്, റിമോട്ട് ഉണ്ട്. ഏതാണ്? റിമോട്ട് താണോ പുറത്തിറങ്ങാം? അപ്പോൾ തൽക്കാലം ചൂടായതുകൊണ്ട് നമുക്ക് ഓട്ടോ പാർക്കിംഗ് പോകാം. സെലക്ട് ചെയ്തു. ഓക്കെ, അവൻ തന്നെ ഫ്രണ്ട് പോയി അലൈൻ ചെയ്തു. അതാണ് റിമോട്ട്. ഓ, റിമോട്ട് എന്ന് പറഞ്ഞാൽ നീ പുറത്ത് പോകേണ്ടി വരുമോ? ഞാൻ പുറത്ത് പോയിട്ട് ഈ റിമോട്ടിലാണ് പുറത്ത് പിടിക്കുന്നത്. ഇത് നമുക്ക് പാർക്ക് ചെയ്യാൻ ഓപ്ഷൻ ഇല്ലല്ലോ. Salman, just a second. Just നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ ഇല്ല. ഇല്ല, നിങ്ങൾ ഈ വീക്ക് തന്നെ വണ്ടി വരുന്നുണ്ടോ? ആണോ? ഞാൻ പറഞ്ഞത് 1 വീക്കിൽ വണ്ടി ഡിസ്പോസ്. ഓ, അടിപൊളി. ഇപ്പം മുന്നിൽ സ്പേസ് എല്ലാം ഉണ്ടില്ല, 2 ടൈറ്റിലും കിട്ടും. കിട്ടുന്നുണ്ട്. സൂപ്പറായി പറഞ്ഞു. ഓ, പെർഫെക്റ്റ് ആക്കി. കറക്റ്റ് അലൈൻമെന്റ് അല്ലേ? എനിക്ക് നല്ല ഇഷ്ടമായി ഓട്ടോ പാർക്ക്. സൂപ്പറായി ചെയ്യാം. അല്ല, ഞാൻ അത് കണ്ടപ്പോൾ ഞെട്ടി. ഇത് BE6 ഓട്ടോ പാർക്കിലാണ് ഞാൻ ഞെട്ടിയത്. പക്ഷേ ഇത് കംഫർട്ടബിളി പാർക്കായി. ഇനി നമുക്ക് മറ്റേ കൂടി ഒന്ന് പരീക്ഷിച്ച് കഴിഞ്ഞാൽ റിമോട്ട് പാർക്ക്. റിമോട്ട് പാർക്കിംഗ്. ഫാബിത് BE6 XEV9 ഭയങ്കരമായിട്ട് ആഘോഷ ഒരു പാർക്കിംഗ് ഉണ്ട്. അതിനെ നമുക്ക് കീഴിൽ പുറത്തിറങ്ങി പാർക്ക് ചെയ്യാം. അതിൻ്റെ അകത്തുണ്ട് യെസ് അല്ലേ? ഇതിങ്ങനെ തന്നെ മാത്രം പാർക്ക് ചെയ്യാൻ പറ്റും? നമുക്ക് ചെരിച്ചൊക്കെ ഇടാൻ പറ്റും? ചെരിച്ചിടണമെങ്കിൽ ഓട്ടോ ഇതുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ, പാർക്ക് എനിവേർ ഉണ്ട്. അപ്പോൾ എനിക്ക് അവിടെ പാർക്ക് ചെയ്യണമെങ്കിൽ നടക്കും? അവിടെ ചെയ്യാം. അപ്പോൾ നോർമലി നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ആയിരിക്കുമല്ലോ, ക്രൗഡഡ് ആയിരിക്കും. അപ്പോൾ ആ സിറ്റുവേഷൻ ഒന്ന് പരീക്ഷിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ ഡിറ്റക്ട് ചെയ്തു അല്ലേ ഓട്ടോമാറ്റിക്കലി? അപ്പോൾ P ക്ലിക്ക് ചെയ്തു. റിമോട്ട് പാർക്കിംഗ് നോക്കാം. ഓക്കെ, അപ്പോൾ കീ ആയിട്ട് പുറത്തിറങ്ങിയാൽ മതി. അതെ, നിങ്ങൾ സീറ്റ് ബെൽറ്റ് ഊരിയാൽ പോവും. സോ സീറ്റ് ബെൽറ്റ് ഊരി കഴിഞ്ഞത് കട്ട് ഓഫ് ആവും. സീറ്റ് ബെൽറ്റ് അല്ലെങ്കിൽ ഡോറ് തുറന്നു കഴിഞ്ഞാൽ കട്ട് ഓഫ് ആവും. അപ്പോൾ ശരിക്കും എനിക്ക് എൻ്റെ ഫാമിലിനെ വെച്ചിട്ട് പുറത്ത് പോയിട്ട് ചെയ്യാം. പാർക്ക് ചെയ്യാം. അല്ലെങ്കിൽ എല്ലാവരും ഇറങ്ങിയ ശേഷം. അപ്പോൾ സീറ്റ് ബെൽറ്റ് പ്രശ്നമല്ല? ഇല്ല, എല്ലാവരും ഇറങ്ങിയ ഓക്കെ, വെയിറ്റ് മാറിക്കഴിഞ്ഞാൽ ഓക്കെ, ഇതാണ് ശരി. ഷിഫ്റ്റ് P ടു ക്ലോസ്. ആക്ച്വലി ഡ്രൈവർ സീറ്റിൽ ആരുമില്ല. അടിപൊളി. സോ ആ ഒരു റിമോട്ടിലാണ് മൊത്തം ഫംഗ്ഷൻ നടക്കുന്നത്. അപ്പോൾ അദ്ദേഹം പ്രസ് ചെയ്യുന്നതനുസരിച്ച് അത് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ആവും. അപ്പോൾ BE6 XEV9 വന്ന സെയിം ഫീച്ചറാണ്, വർക്ക് ചെയ്യുന്നുണ്ട്. അടിപൊളിയായിട്ട്.
അപ്പോൾ ഇന്നത്തെ ഡ്രൈവിൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഫഹദിനെയും കണ്ടു, അതുപോലെ ഫാബിനെയും കണ്ടു. അപ്പോൾ ഇത്രയും എക്സ്പീരിയൻസുള്ള ആൾക്കാരാണ് ഇതെല്ലാം ഡ്രൈവ് ചെയ്യുന്നത്. സോ ഇവർ പറയുന്ന ആ ഒരു ഇൻപുട്ട് അത്രത്തോളം നമുക്ക് ആക്ച്വലി അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ ശരിക്കും വിശ്വസിക്കാൻ സാധിക്കുന്ന പറയാം. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ എഡാസ് എങ്ങനെയുണ്ടെന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എൻ്റെ ഒരു ക്രൈറ്റീരിയയിൽ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ള ഹ്യുണ്ടായി അതുപോലെ കിയ വണ്ടികളുടെ എഡാസ് നന്നായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. ഞാൻ ഓടിച്ചിട്ടില്ല, പക്ഷേ എനിക്ക് ഫാബിദിനെ അറിയാം. അപ്പോൾ ഫാബിദ് പറയുന്നത് അതുപോലെ തന്നെ ലൈക്ക് അതിൻ്റെ അടുത്തോളം ഇതിൻ്റെ എഡാസ് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സോ ഇന്നത്തെ ഈ ഒരു ഡ്രൈവ് വീഡിയോ കുറച്ച് വലുപ്പം കൂടിയതാണ്, പക്ഷേ നിങ്ങൾക്ക് ഏറ്റവും നല്ല കോണ്ടൻറ്റ്, അതായത് ശരിക്കും പറഞ്ഞാൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാബിദും അതുപോലെ ഫഹദിൻ്റെ കോണ്ടൻറ്റാണ് നമ്മൾ കൊണ്ടുവരുന്നത്. സോ ഉറപ്പായിട്ടും ഈ വണ്ടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കോമെൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫാബിദ്, വീണ്ടും കാണാം കേട്ടോ. ബൈ ബൈ.